ഹായ് ഹലോ വെൽക്കം ടു റിസോഴ്സ് കിച്ചൻ. എന്തൊക്കെ വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ട്രാവൽ വ്ലോഗാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ദിവസം ഞാനും ഹസ്ബൻഡും കൂടെ ജസ്റ്റ് ഒരു ട്രാവൽ ചെയ്ത ജസ്റ്റ് ക്ലിപ്പും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം. അത് കാണുമ്പോൾ നമുക്കും ഒരു ട്രിപ്പിൻ്റെ മൂഡ് ഫീൽ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. യാത്ര പോകാനും വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണല്ലേ നമ്മളെല്ലാവരും. യാത്രയുടെ ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നമുക്ക് ആ നാച്ചുറായിട്ടുള്ള ബ്യൂട്ടീസൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഒരു പാട്ടും സോങ്ങൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുള്ള ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അത് ഇഷ്ടമില്ലാത്തവരാരായിട്ടും ഇല്ല. ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് യാത്ര എന്ന് പറയുന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് ദിവസം 22-ാം തീയതി രാവിലെ തന്നെ ഹസ്ബൻഡ് അനിയനെ കോഴിക്കോട് ഹൈലൈറ്റിൻ്റെ അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവനവിടെ ഹോസ്റ്റലിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചുരം കയറി വരാമെന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരു പ്രത്യേക ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഞങ്ങളിവിടെ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുക ചെയ്തത്. വയനാട്ടിലേക്ക് പോകുന്ന ആ ജംഗ്ഷൻ്റെ ഭാഗത്തായിട്ട് ചുരത്തിൻ്റെ ഒരു ചെറിയൊരു വളവിൽ നല്ല കാടമുട്ട പൊഴിഞ്ഞതും അതേപോലെ നല്ല കട്ടൻ ചായം കൊടുക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ. എന്നോട് കല്യാണത്തിന് മുന്നേ ഹസ്ബൻഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഫീൽ എനിക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ആകെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കും അങ്ങനെ ഒന്ന് ഫീൽ ചെയ്യണം. അവർ ചായ കുടിക്കാനായിട്ട് ചുരം കയറുന്നൊക്കെ പണ്ട് ഇങ്ങനെ പറയലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും വേണം എന്ന് ഞാൻ കല്യാണത്തിന് മുന്നേ പറഞ്ഞത് കൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ എനിക്ക് ആദ്യം അത് ഫീൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അവിടുത്തെ കാടമുട്ട പുഴുങ്ങിയതും അത് മസാലയിൽ മിക്സ് ആക്കിയിട്ടാണ് തരുന്നത്. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അത് കണ്ട് അതിനെ ചെറുതായ ചെറിയ ചൂടോട് കൂടി കഴിച്ച് കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമ്മളെ മൈൻഡ് ഭയങ്കര റിഫ്രഷ് ആവും, നമ്മുടെ വിശപ്പ് അടങ്ങുകയും ചെയ്യും. വയനാട്ടിലേക്ക് പോകുന്ന ആ ഒരു യാത്രയും അതേപോലെ ചുരം കയറുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസും മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. കാരണം നമ്മുടെ ബിസി ലൈഫിൽ നമുക്കൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് തന്നെ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റും. കാരണം നമ്മൾ എപ്പോഴും ബിസി ആയിട്ട് വർക്ക് കാര്യങ്ങളും പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ഫാമിലി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രഷറോ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് റിഫ്രഷ് ആവാൻ പറ്റുന്നുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. വയനാടിൻ്റെ ബോർഡർ എത്തിയ പാടനെ ഞങ്ങൾ റിട്ടേൺ പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഹസ്ബൻഡ് അനിയനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് വരാം എന്നുള്ള രീതിയിലാണ് പോന്നിട്ടുണ്ട്. ടൈമിൽ എന്തായാലും ഇറങ്ങിയതല്ലേ, ഇട്ട ഡ്രസ്സാലായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ, ഇപ്പോൾ ബീച്ചിലാണോ പോകേണ്ടത് ചുരമാണോ കയറേണ്ടതെന്ന് പറഞ്ഞപ്പം ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ഫീൽ കൊണ്ട് തന്നെ ചുരം കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചുരം കയറുക ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതാണ് എടുത്ത് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു മെമ്മറീസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. മറ്റു നല്ല ട്രാവൽ വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ കീപ്പ് വാച്ചിങ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ.